നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യൻ ജനാധിപത്യത്തെയും അതുപോലെ ഭരണഘടനാ മൂല്യങ്ങളെയും ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവരുടെ ജൈത്ര യാത്ര തുടരുന്ന സമയത്ത് രാജ്യത്തെ ഒരു പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ പിടിപ്പുകേടിനെക്കുറിച്ച്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ആ നേതൃത്വത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ ശോഷണത്തെക്കുറിച്ചും കോൺഗ്രസ് പാർട്ടി നേരിടുന്ന അപജയത്തെക്കുറിച്ചുമൊക്കെ എഴുതിയ ലേഖനം നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ വായിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള മൂലകൃതി വായിച്ചാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അതിൻ്റെ മലയാള പരിഭാഷയും വായിച്ചു. ഈ രാമചന്ദ്രൻ ഗുഹ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്, മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ ശരിയാണ്. ഞാനിപ്പോൾ ഗുഹ പറഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഏറെക്കുറെ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായിരുന്ന ടി.എച്ച്. മുസ്തഫയുടെ മുഖമാണ്. ടി.എച്ച്. മുസ്തഫയെ ഒരു പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയുമായിരിക്കില്ല. പലരും അദ്ദേഹത്തെ മറന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം കരുണാകരൻ്റെ മന്ത്രിസഭയിൽ 1991 മുതൽക്ക് 95 വരെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ലെങ്കിലും ഒരു MLA എന്നുള്ള നിലയ്ക്ക് അതിശക്തനായ ഒരു മനുഷ്യനായിരുന്നു. മുസ്തഫ ആദ്യമായിട്ട് ജയിക്കുന്ന 1977 80 അദ്ദേഹം പരാജയപ്പെട്ടു. 82 മുതൽക്ക് 96 വരെ കേരളത്തിൽ നിയമസഭാംഗമായിരുന്നു. കുന്നത്തുകാട് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. 96 ചെറിയ വ്യത്യാസത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു.